മനോജ് നമ്പ്യാർസ് ട്രാവൽ എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോഴുള്ളത് തലശ്ശേരി ഡിസ്ട്രിക്ട് കോർട്ടിനടുത്തുള്ള ഉപ്പ് ഹോം സ്റ്റേയിലാണ്. ഈ ഹോം സ്റ്റേയുടെ പ്രാധാന്യങ്ങളും പ്രത്യേകതകളും നമുക്കൊന്ന് കാണാം. ഹലോ മാഡം. ഈ നമ്മുടെ ഉപ്പ് ഹോം സ്റ്റേയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ? എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എവിടെയാണ്, എന്തൊക്കെയാണ്? തലശ്ശേരി കോടതിൻ്റെ അവിടെയാണ് ഉപ്പു ഹോം സ്റ്റേ. ഞാനാണ് അതിനെ നടത്തിക്കൊണ്ടുപോകുന്നത്. പേര്? എൻ്റെ പേര് അലീമത്ത് സഹദിയാന്ന് വിളിക്കൂ. റൈറ്റ്. ഇത് എത്ര വർഷമായി നടത്താൻ തുടങ്ങിയിട്ട്? 1.5 വർഷമായി നടത്താൻ തുടങ്ങിയിട്ട്. കേരള ടൂറിസത്തിൻ്റെ ഗോൾഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹോം സ്റ്റേ ഗോൾഡ് സർട്ടിഫിക്കറ്റ് കിട്ടി. ഓക്കെ. അപ്പോൾ അതിൻ്റെ അപ്രൂവൽ എല്ലാം റെഡിയായി, കാര്യങ്ങൾ വെബ്സൈറ്റ് റെഡിയായി, മാർക്കറ്റിംഗ് തയ്യാറായി അല്ലേ? മാർക്കറ്റിംഗ് ആളുകളൊക്കെ ഇപ്പം കസ്റ്റമേഴ്സൊക്കെ വരാൻ തുടങ്ങി അല്ലേ? അല്ലേ? നല്ല കസ്റ്റമേഴ്സൊക്കെയാണ് അല്ലേ? ഞങ്ങൾ കേരള ട്രഡീഷണൽ ഫുഡെല്ലാം കൊടുക്കാം. ഓക്കെ. മുഖ്യ ആകർഷണം എന്താണ് ഇതിൻ്റെ? പ്രത്യേകിച്ച് ഈ ഹോം സ്റ്റേ ആൾക്കാർ നമ്മൾ വരുമ്പോൾ അവർ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് തലശ്ശേരിയിലെ ശാന്തമായ ഒരു അന്തരീക്ഷം, ടൗൺ ആണ്. ഓക്കെ. പക്ഷേ എങ്കിലും അതിൻ്റെതായ ഒരു പൊല്യൂഷൻ. ശരി. പിന്നെ ഞാനിവിടെ കണ്ടത് ഒരു പ്രത്യേകത, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ? വളരെ ഒരു എന്താ പറയുക, തലശ്ശേരി ടൗണിൽ നിന്ന് വളരെ കുറച്ച് ഉള്ളിലോട്ടാണെങ്കിലും വളരെ ഒരു പീസ്ഫുൾ സ്ഥലത്താണ്. പിന്നെ നമ്മൾ തലശ്ശേരിയുടെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് തന്നെയാണ് അല്ലേ? അത്രയും നല്ല ഫുഡുകളും പല കാര്യങ്ങളും തന്നെ ഇവിടെ നമുക്കിപ്പോൾ ഞാനിവിടെ വരുമ്പം തന്നെ എനിക്കൊരു 3 ഐറ്റംസാണ് എനിക്ക് ഇവർ കൊണ്ടുത്തന്നത് കഴിക്കാൻ. അതുപോലെ നമ്മൾ അത്രമാത്രം ഒരു ഹോസ്പിറ്റാലിറ്റീൻ്റെ ഒരു സ്ഥലമാണ് തലശ്ശേരി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് തന്നെ അങ്ങനെയുള്ള ഒരു അനുഭൂതികളൊക്കെ പ്രധാനമല്ലേ നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. പിന്നെ വേറെ ആരൊക്കെയാണ് സഹായിക്കാനുള്ളത് ഇതിന്? എൻ്റെ മോനും മോൻ്റെ വൈഫും എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ജോലിക്കാരുണ്ട്. റൈറ്റ്. പിന്നെ വണ്ടിയോ സംഗതിയോ വേണമെങ്കിൽ ഈ വാർഡിലുള്ള തന്നെ ആൾക്കാരെ വണ്ടി മാക്സിമം ഈ വാർഡിലുള്ള ആൾക്കാർ. ശരി. അപ്പോൾ സ്ഥലങ്ങൾ കാണിക്കാനും അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലേ? ആളുകൾക്ക് ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ പോകണമെങ്കിൽ അല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റും. കറക്റ്റ്. വേറെ എന്താണ് റേറ്റും കാര്യങ്ങളൊക്കെ റൂമിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് പൊതുവെ ഏറ്റവും
ഓരോ സീസണൽ റേറ്റ് ആണോ അല്ലെ എപ്പോഴും ഒരേ റേറ്റ് ആണോ, എങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്? ഞങ്ങൾ തുടങ്ങിയിട്ട് അത്യാകത്തോണ്ട് 7 രൂപയാണ്. ഓക്കെ, മാക്സിമം. ഓക്കെ, എത്ര റൂംസ് ആണ് ഉള്ളത് ഇവിടെ? ഇപ്പോൾ 2 റൂംസ്. 2 ബെഡ്റൂംസ് ഉണ്ട് അല്ലേ? വലിപ്പമുള്ള ബെഡ്റൂമാണ്. 2-3 പേരൊക്കെ വരെ യൂസ് ചെയ്യാം. റൈറ്റ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാ പ്ലാനും വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കോണ്ടിനെൻ്റൽ പ്ലാനാണ് കൊടുക്കുന്നത് അല്ലേ? അതുകൂടാതെ പിന്നെ ലഞ്ചോ ഡിന്നറോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തത്, അതും അവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ? ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതാ പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇവിടെ തന്നെ ഫുഡ് അതിൻ്റെതായ ട്രഡീഷണൽ, അതിൻ്റെതായ എന്താ പറയുക, അത്രമാത്രം ക്ലീൻ ഹൈജീൻസ് ഫുഡുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കിച്ചണും ഉണ്ട് ഇവിടെ അല്ലേ? ഒരു കിച്ചണും ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പാകം ചെയ്യേണ്ട കിച്ചണും ഇവിടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആവശ്യമാണെങ്കിൽ ഗസ്റ്റിന് നേരിട്ട് പാകം ചെയ്യേണ്ട സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി തലശ്ശേരിയിൽ സജ്ജമായിട്ടുള്ള ഒരു ഹോം സ്റ്റേ തന്നെയാണ് ഉപ്പു ഹോം സ്റ്റേ. അതിൽ യാതൊരു സംശയമില്ല. അപ്പം മേഡം അതിൻ്റെ എല്ലാ തരത്തിലും ഉന്മേഷവും കാര്യങ്ങളും പ്രകടിപ്പിച്ച് അല്ലേ, ഇത്രയും നല്ലൊരു സംരംഭകയായതിൽ വളരെ സന്തോഷിക്കുന്നു. ഒരു അല്ലേ, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്, ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതല്ലേ, ടൂറിസത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമല്ലേ അല്ലേ? എനിവേ മേഡം, താങ്ക് യു വെരി മച്ച്. ഇനിയും ഇങ്ങനെയുള്ള നല്ല സംരംഭങ്ങളായി മുമ്പോട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു.